പ്രിയപ്പെട്ട അച്ഛന്മാരെ, എബി, ഇങ്ങനെയൊരു കൂട്ടായ്മ അനുവദിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ലിറ്ററേച്ചറിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻ്റാണ് ഇപ്പോൾ. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ജിസ്റ്റ് ഫോം പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പറയപ്പെടാതെ പോകുന്നതായ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. എന്നാൽ നമ്മളുടെ ഒരു പഠനത്തിൻ്റെ ഒരു ഇനീഷ്യേഷൻ ഇത് സഹായം ആകും എന്ന ചിന്തയോടുകൂടെ നിങ്ങളുമായി ഇത് പങ്കുവയ്ക്കുന്നു. ആരാധനാ ക്രമങ്ങളുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് അത് യാദൃശ്ചികമായി ഉണ്ടായത് എന്ന് പറയുവാനായിട്ട് പ്രയാസം. അത് ചരിത്രഗതിയിലുണ്ടായ ചില സാഹചര്യങ്ങളോടും ആവശ്യങ്ങളോടുമൊക്കെ സംവേദിച്ചുകൊണ്ടാണ് ഈ ആരാധനാക്രമങ്ങളെല്ലാം തന്നെ വികാസം പ്രാപിച്ചത്. അതിൽ സന്യാസ പ്രസ്ഥാനങ്ങൾക്കുള്ളതായ ഒരു സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. സന്യാസ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ അത് നമ്മളോട് സൂചിപ്പിക്കുന്നതായ ചില സത്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഈ ആരാധനാക്രമങ്ങളുടെ രൂപീകരണത്തിലും വളർച്ചയിലും തീവ്രമായ ധ്യാനം അത് അടിസ്ഥാനമായി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് സന്യാസ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം നമ്മളെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ആധികാരികമായ പഠനം നടന്നിട്ടാണ് ഓരോ ക്രമങ്ങളും രൂപപ്പെട്ടിരിക്കുന്നതും. അത് ഒരേ സമയം തന്നെ പഠനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും അംശം ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ട് എന്നുള്ളത് ഒരു സത്യം. അതോടൊപ്പം തന്നെ ഈ ക്രമങ്ങളുടെ ഒരു ഫോർമേറ്റീവ് ഒരു സ്വാധീനം വിശ്വാസ സമൂഹത്തിന് വ്യക്തിത്വം കൊടുക്കുന്നത് അതിൻ്റെ ആരാധന ക്രമങ്ങളും അതിൻ്റെ അകത്തൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നതായ വിശ്വാസത്തിൻ്റെ ഒരു ഘടനയും അതുപോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ സ്വത്വബോധം രൂപപ്പെടുത്തുന്നതിൽ ആരാധനാക്രമങ്ങൾക്കുള്ളതായ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാവാം ഈ കൂദാശകളുമായിട്ട് ബന്ധപ്പെട്ട് ആരാധനാക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ പറയാറുണ്ട്, it is the locus theologicus of par excellence. കുർബാനയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് പറയും ലോക്കസ് തിയോളജിക്കസ് പാർ എക്സലൻസ്, ഏറ്റവും ശക്തമായും ഏറ്റവും സെൻട്രലായിട്ട് നിൽക്കുന്നതായ ഫാക്ടർ. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഒരു വിശ്വാസ പൈതൃകത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പിതാക്കന്മാരുടെ പഠിപ്പിക്കൽക്കകത്ത് നിന്നുകൊണ്ട് പറയും, യേശു സഭയിലും വിശ്വാസിയിലും സന്നിഹിതരാകുന്നത് ഈ കൂദാശയിൽ കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ലിറ്റററിയിൽ നമ്മൾ കാണുന്നത് എന്നുള്ളത്. അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുകയും അറിയുകയും അതിൽ വളരുകയും ചെയ്യുന്നതിനുള്ള ഒരു മുഖാന്തരം. അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റൊരു എലമെൻ്റ് എന്ന് പറയുന്നത് സാക്രമെൻ്റൽ സിംബോളിസം. അതാണ് മറ്റ് സിംബോളിസത്തെ, പ്രത്യേകിച്ച് ബിബ്ലിക്കൽ സിംബോളിസം, നേച്ചറുള്ളതായ സിംബോളിസം, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാണ്ട് സഹായിക്കുന്ന ഘടകം കൂടെയാണ് സാക്രമെൻ്റൽ സിംബോളിസം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം, നിസാരമായ അപ്പമാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുവാനും അറിയുവാനുമുള്ള ഘടകമായി മാറുന്നത്. അപ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് പുറകോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നുള്ള ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്ന ടെക്സ്റ്റിൻ്റെ ഒരു ആഴം എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു സാക്രമെൻ്റൽ സിംബോളിസം നമ്മളെ നയിക്കുന്ന വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ പറയാൻ, ലിറ്റർജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വിൻഡോ ടു അണ്ടർസ്റ്റാൻഡ് the meaning of the scripture and nature. വിശുദ്ധ കുർബാനയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഘടന അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപപ്പെടൽ നമുക്കറിയാം. നിയോഗത്തിലാണ് വിശുദ്ധ കുർബാനയുടെ ഒരു അടിസ്ഥാനം കിടക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൻ്റെ 26 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങളിൽ, മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 22 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം 15 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ, ഫസ്റ്റ് കൊരിന്ത്യൻസ് 11:23-26. എന്നാൽ ഈ ഹിസ്റ്റോറിക്കലി കുർബാന ന്യൂ ടെസ്റ്റ്മെന്റിനേക്കാൾ പഴക്കം ഉള്ളതാണ്. അതിനൊരു നല്ല ഉദാഹരണം ഈ കൊരിന്ത്യ ലേഖനത്തിലെ 11-ാമത്തെ അധ്യായത്തിലെ 20 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ ഒരു ഘടന, അതുപോലെ ആക്സിൽ 2-ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാനയുടെ ഒരു അപ്പമുറിക്കൽ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നതായ
ആ സൂചനകൾ, ഇതൊക്കെ നമ്മളോട് സൂചിപ്പിക്കുന്നത് ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ടെക്സ്റ്റ് രൂപപ്പെടുന്നതിന്, റിട്ടേൺ ഫോമിൽ രൂപപ്പെടുന്നതിന് മുമ്പേ തന്നെ വിശുദ്ധ കുർബാന നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെയാണ്. ഈ വിശുദ്ധ കുർബാനയുടെ ഒരു ഫോർമേഷനിൽ സിനോപ്റ്റിക് ട്രഡീഷൻ അനുസരിച്ച് ഇത് പാസ്കൽ മീലാണ്, പെസഹ ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൻ്റെ 7-5 വാക്യങ്ങൾ. കോൺസ്റ്റന്റൈൻ്റെ സമയത്തിന് തുടർന്ന് റോമൻ സാമ്രാജ്യം ഈ സിനോപ്റ്റിക് ട്രഡീഷനിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയുടെ ഒരു ഫോർമാറ്റ് അവർ റോമാ സാമ്രാജ്യത്തിൽ മുഴുവൻ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതേ തുടർന്നാണ് ദേ സ്റ്റാർട്ടഡ് യൂസിങ് അൺലീവൻഡ് ബ്രെഡ്. പുളിപ്പില്ലാത്ത അപ്പം വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ സിനോപ്റ്റിക് ട്രഡീഷനെ അഫേം ചെയ്തുകൊണ്ടും കോൺസ്റ്റന്റൈന് ശേഷവുമാണ്. അതുകൊണ്ട് ആദ്യം നിലനിന്നിരുന്നത് ജോഹനൈൻ ട്രഡീഷനിൽ നിന്നുകൊണ്ട് പുളിപ്പുള്ള അപ്പം ഉപയോഗിച്ചുള്ള കുർബാന ഒരു പാരമ്പര്യമായിരുന്നു ആദ്യകാലത്ത് നിലനിന്നിരുന്നത്. എന്നാൽ കോൺസ്റ്റന്റൈന് ശേഷം അത് മാറി പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിക്കുന്ന സിനോപ്റ്റിക് ട്രഡീഷനെ അഫേം ചെയ്തു. ജോഹനൈൻ ട്രഡീഷൻ അനുസരിച്ച് ക്രിസ്തുവിൻ്റെ കുരിശാരോഹണം നടക്കുന്നതാണ് പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ സമയത്ത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, 18-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. അതുകൊണ്ട് തന്നെ അന്ത്യ അത്താഴം നടക്കുന്നത് പെസഹായ്ക്ക് മുൻപാണ്. പെസഹായ്ക്ക് മുമ്പാണെങ്കിൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന അപ്പം പുളിപ്പുള്ള അപ്പമാണ്. അപ്പോൾ ആ ട്രഡീഷനിൽ നിന്നുകൊണ്ടാണ് ഈ ആദ്യകാലങ്ങളിൽ ഈ പുളിപ്പുള്ള അപ്പം ഉപയോഗിച്ച്. കോൺസ്റ്റന്റൈന് ശേഷം റോമാ സാമ്രാജ്യം പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിച്ചു. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഈ സിറിയക് സ്പീക്കിംഗ് ചർച്ചസ്, പേർഷ്യൻ ഭാഗങ്ങളിലുള്ളതും പേർഷ്യ റോമ ബോർഡറിലുള്ളതായ സഭകളുമെല്ലാം പഴയ പാറ്റേൺ തന്നെ. അതിൻ്റെ അകത്ത് അല്പം പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് കൂടിയുണ്ട്. കാരണം റോമ സാമ്രാജ്യത്തിൻ്റെ പിണയാളികളല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ അൺലീവൻഡ് ബ്രെഡിന് അവരുപയോഗിച്ചപ്പോൾ പുളിപ്പുള്ള അപ്പം ഇവിടെ. അതുകൊണ്ട് അവർ പത്തീറ ഉപയോഗിക്കുന്നു, നമ്മൾ ഹമ്മീറ ഉപയോഗിക്കുന്നു. ഇനി ഏത് ട്രഡീഷൻ ആണേലും, അത് സിനോപ്റ്റിക് ആയിക്കോട്ടെ ജോഹന്നൻ ആയിക്കോട്ടെ, ലാസ്റ്റ് സപ്പർ വാസ് ഇൻ ദ ജൂയിഷ് ട്രഡീഷൻ. അതുകൊണ്ടൊരു ഫുൾ ഫോർമൽ ജൂയിഷ് മീലിൻ്റെ ഒരു ഘടകമായിട്ട് ആ ഒരു ഘടനയിലാണ് ഇത് സ്വീകരിക്കപ്പെടുന്നത്. അത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 16 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ ഒരു സൂചന നമുക്ക് കാണാവുന്നത്. ഇനിയും ഈ ഹീബ്രു റൂട്ടിൽ, ജുഡായിസ്റ്റിക് റൂട്ടിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യൻ ഒരു എക്സ്പ്രഷനിലേക്ക് വന്നപ്പോൾ അതിനുണ്ടായ വ്യത്യാസം. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ക്രിസ്ത്യൻ കുർബാനയുടെ ഒരു ഘടനയിലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്തൊരു കണ്ടിന്യൂറ്റി ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. സാധാരണ സിറിയക് തിയോളജിയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കണ്ടിന്യൂറ്റി ഡിസ്കണ്ടിന്യൂറ്റി തീസിസ്. അപ്പോൾ ആ ഒരു ഘടന ഇവിടെ ഉണ്ട്. ഇറ്റ് കമ്പൈൻസ് സിനഗോഗ് വർഷിപ്പ് പ്ലസ് മെമ്മോറിയൽ മീൽ. ഇത് രണ്ടോടെ കൂട്ടിച്ചേർന്ന് വരുന്നത്. സിനഗോഗിൻ്റെ പല ഘടകങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. 1 വേദവായന, 2 അതിൻ്റെ വ്യാഖ്യാനം, 3 സ്തോത്ര പ്രാർത്ഥന, കീർത്തനങ്ങൾ, പ്രാർത്ഥനകൾ, പിന്നെ സ്തോത്ര കാഴ്ച. ഈ ഘടകങ്ങളെല്ലാം സിനഗോഗിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കപ്പെട്ടാണ്. അവയോട് കൂടെയാണ് വിശുദ്ധ കുർബാന കൂട്ടി ചേർത്തത്. അപ്പോൾ 2 എലമെന്റ്സ് ഒരുപോലെ കൊണ്ടുവന്നു. ഇപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 20-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ വീണ്ടും അടിസ്ഥാന ഘടകമായിട്ട് നിൽക്കുന്ന 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിലെ ആ ഒരു ഇത് നമുക്ക് കാണാം. എന്നാൽ ഇവയ്ക്കുള്ള വ്യത്യാസമുണ്ട്. സ്വീകരിക്കപ്പെട്ടുവെങ്കിലും അതിൻ്റെ അകത്ത് വ്യത്യാസം കാണുന്നുണ്ട്. അതാണ് പറഞ്ഞത്, കണ്ടിന്യൂറ്റി ഉണ്ട്, ഒരേ സമയം തന്നെ ഡിസ്കണ്ടിന്യൂറ്റിയും വരുന്നുണ്ട്. സിനഗോഗ് വർഷിപ്പിൽ തോറയ്ക്കാണ് പ്രാധാന്യം. പഞ്ചഗ്രന്ഥങ്ങൾ ആണ് എപ്പോഴും പ്രാധാന്യം കൊടുത്ത് അവർ ലോയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഈ ആരാധനാ പാരമ്പര്യങ്ങളിലേക്ക് വന്നപ്പോഴത്തേക്കിന് തോറയേക്കാൾ കൂടുതൽ പ്രവാചക പുസ്തകങ്ങൾക്കാണ് അവിടെ പ്രാധാന്യമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവാചക പുസ്തകങ്ങളെ ക്രിസ്തുവുമായി കൂട്ടിച്ചേർത്ത് വ്യാഖ്യാനിച്ചാണ് ഈ ക്രിസ്തു സംഭവത്തെ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുമായി ബന്ധിപ്പിച്ച് അതിൻ്റെ പൂർത്തീകരണമായി ആണ് ഈ ലിറ്റർജിക്കകത്തൂടെ അല്ലാതെ ഒരു ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ്ങിലും ഇത് വരുന്നത്.
അതുകൊണ്ട് തന്നെ ഇതിനെ ഈ ഒരു ടൈപ്പ് ഓഫ് വ്യാഖ്യാനത്തിന് പറയും, അന്ത്യോക്യൻ മെത്തഡോളജിയിൽ പറയും തിയോറിയ എന്ന് പറയും. തിയോറിയ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് പ്രവാചക ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആ രീതിക്കാണ് തിയോറിയ എന്ന് പറയുന്നത്. ഇനി ലിറ്റർജിക്കൽ ട്രഡീഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈസ്റ്റേൺ, നമ്മളിപ്പോൾ വെസ്റ്റിലേക്ക് പോകുന്നുമില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നുമില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റേൺ ലിറ്റർജിക്കൽ ട്രഡീഷനാണ്. അതിൻ്റെ രണ്ട് പ്രധാന ഡിവിഷൻസ് വരുന്നു. ഒന്ന് അലക്സാണ്ട്രിയൻ, മറ്റേത് അന്ത്യോക്യൻ. വീണ്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് അന്ത്യോക്യൻ ട്രഡീഷനിലാണ്. അന്ത്യോക്യൻ ട്രഡീഷൻ ഒരു പ്രത്യേകത, അത് ഇറ്റ് സ്ട്രെസ്സസ് ദ ഇക്കോണമി ഓഫ് സാൽവേഷൻ. രക്ഷാ ചരിത്രത്തെയും രക്ഷാ സംഭവങ്ങളിലുമാണ് അതിൻ്റെ സ്ട്രെസ് മുഴുവൻ കൊടുക്കുന്നത്. അത് അങ്ങനെ ചെയ്യുമ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു ദ എൻഡ് ഓഫ് ടൈം, എസ്കറ്റോളജിയെക്കുറിച്ചുള്ള യുഗാന്ത്യ ദർശനവുമായുള്ള ബന്ധത്തിലാണ് ഈ ഇക്കോണമി ഓഫ് സാൽവേഷനെ അത് പ്രസന്റ് ചെയ്യുന്നത് മുഴുവൻ. അപ്പോൾ കുർബാന എന്ന് പറയുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ രക്ഷാചരിത്രത്തിൻ്റെ അനുഭവവും ആവിഷ്കാരവും, ആരാധകരെ അവയോട് പ്രതികരിക്കുവാണ്. ഈ രക്ഷാകര ചരിത്രത്തോട് അതിൻ്റെ ഒരു വെറുതെ ഒരു ആവിഷ്കാരം എന്നുള്ളത് മാത്രമല്ല, അത് അനുഭവമായി തീരുമ്പോൾ ഈ രക്ഷാകര ചരിത്രത്തോട് ആരാധക സമൂഹം പ്രതികരിക്കാനുള്ള തക്ക രീതിയിൽ ഒരുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തുവിൻ്റെ, ഒരു ക്രൈസ്റ്റിൻ്റെ മിസ്റ്ററിയിലേക്ക് ഈ കുർബാനയിൽ കൂടെ അല്ലെങ്കിൽ ഈ കൂദാശയിൽ കൂടെ പ്രവേശിക്കുവാനുള്ള ഒരു ഇനീഷ്യേഷൻ കൂടെ ഈ ഇതിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നെസ്റ്റോറിൻ്റെ അതിൻ്റെ അകത്ത് വരുന്നതാണ്. ബൈസന്റിയൻ ഉണ്ട്, അർമീനിയൻ ഉണ്ട്, മാരണൈറ്റ് ക്രമങ്ങളെല്ലാം ഈ ഒരു വൈഡർ ഇതിൻ്റെ അകത്ത് വന്നു ചേരുന്നതാണ്. അതിൻ്റെ അകത്ത് തന്നെ ഇനി നമ്മളുടെ പ്രത്യേകമായ കോൺസെൻട്രേഷൻ വരുന്നത് വെസ്സറിയൻ ലിറ്റർജിയിലേക്കാണ്. വെസ്സറിയൻ ലിറ്റർജിയുടെ അത് പറഞ്ഞ പോലെ അന്ത്യോക്യൻ ഫാമിലിക്കകത്ത് വരുന്ന ഒരു ഇതാണ് വെസ്സറിയൻ ലിറ്റർജി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ ലിറ്റർജികൾ ഉണ്ടായിട്ടുള്ളത് ഈ വെസ്സറിയൻ ലിറ്റർജിക്കൽ ട്രഡീഷൻ്റെ അകത്താണ്. ഏതാണ്ട് 100 മേളിൽ ഉള്ള ലിറ്റർജികൾ ഇതിൻ്റെ അകത്ത് ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 80 എണ്ണത്തിൻ്റെ പേര് നമുക്ക് അവൈലബിളാണ്. ഈ പേരുകൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് എല്ലാ നൂറ്റാണ്ടുകളിലും ലിറ്റർജികൾ, പുതിയ പുതിയ ലിറ്റർജികൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഈ 100 ലിറ്റർജികളുടെ പേര് കാണുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം അതാണ്. അതൊരു സിംഗിൾ ലിറ്റർജി മാത്രമായിട്ട് നിൽക്കുകയല്ലേ, ഓരോ കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, കാലഘട്ടങ്ങളുടെ ആവശ്യങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ചലഞ്ചസുമായിട്ടുള്ള സംവേദത്തിലാണ് ക്രമങ്ങൾ രൂപപ്പെട്ടത് എന്ന് പറയുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന ഒരെണ്ണമാണ്. കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഓരോ സെഞ്ച്വറീസിലും പുതിയ പുതിയ, അതിൻ്റെ അകത്ത് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള കാലം എന്ന് പറയാൻ 4 തൊട്ട് 7 വരെയുള്ള നൂറ്റാണ്ടുകളാണ്. 14-ാം നൂറ്റാണ്ട് വരെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു. 4 തൊട്ട് 7 വരെയുള്ള നൂറ്റാണ്ടുകളാണ് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള ഈ ലിറ്റർജിക്കൽ ട്രഡീഷൻ നോക്കുമ്പോൾ ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഫീച്ചർ അതിൻ്റെ അകത്തുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഡൈവേഴ്സിറ്റി ഇൻ എക്സ്പ്രഷൻ. ഇപ്പോൾ പ്രേയേഴ്സിൻ്റെ ഒരു രൂപപ്പെടലിൽ അല്ലെങ്കിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന പ്രയറുകളുടെ ഒരു ഇതിൽ അതിൻ്റെ ഒരു എക്സ്പ്രഷനിൽ വളരെ ഡൈവേഴ്സായിട്ടുള്ള ഒത്തിരി ഘടകങ്ങളുണ്ട്. എന്നാൽ ദർ ഈസ് ഓൾവേസ് യൂണിറ്റി ഇൻ തീംസ്. അതിൻ്റെ തീമിൽ യൂണിറ്റി ഉണ്ട്, എക്സ്പ്രഷനിൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇപ്പോൾ ഓൾ ഹാവ് എപ്പിക്ലേസിസ്. ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് ക്ലൈമാക്സ് ചെയ്യപ്പെടുന്നത് എപ്പിക്ലേസിസിലാണ്. യെറ്റ് പലതിൻ്റെ അകത്ത് അതിൻ്റെ ഫോം വ്യത്യസ്തങ്ങളാണ്. ഇപ്പം നമ്മുടെ ഹർക്കലക്കാരനായ തോമസിൻ്റെ അകത്ത് എപ്പിക്ലേസിസ് കമ്മ്യൂണിറ്റേറിയൻ എപ്പിക്ലേസിസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫോമിൽ തന്നെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ആ ഒരു എപ്പിക്ലേസിസ് എല്ലാത്തിൻ്റെ അകത്തും ഒരു ഘടകമാണ്. ആ യൂണിറ്റി അതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നത്? അപ്പോൾ ഒരു ചോദ്യമുണ്ടാവും, ഇത്രയും വ്യത്യാസം വന്നത് എന്തുകൊണ്ടാണ് വ്യത്യാസം വന്നത്? ചരിത്രപരമായി നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, മൊണാസ്ട്രീസ് ആൻഡ് ഡയസിസ് എൻജോയ്ഡ് കൺസിഡറബിൾ ഫ്രീഡം. നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്ര റിജിഡായിട്ടുള്ളൊരു സ്ട്രക്ചറല്ല, അതിൻ്റെ അകത്ത് തന്നെ ഫ്രീഡം വളരെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. 2,
Socio-political context of Syrians created difficulty in bringing a centralized form. അപ്പോൾ ഈ റോമിൻ്റെയും പേർഷ്യയുടെയും ഇടയ്ക്ക് കിടക്കുന്ന പ്രദേശങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ചില സമയത്ത് റോമിൻ്റെ കൂടെ ആയിരിക്കും, ചില സമയത്ത് പേർഷ്യയുടെ കൂടെ ആയിരിക്കും. അപ്പോൾ ഈ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് തന്നെ ഒരുമിച്ച് ഒരു ഏകീകൃത ഫോം കൊണ്ടുവരാനായിട്ട് പറ്റുന്ന രീതിയിലല്ലായിരുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു ഘടകമാണ്. മൂന്നാമത്, ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു ട്രഡീഷനെ സംബന്ധിച്ച്, ദേ ഡിഡ് നോട്ട് കൺസിഡർ ഡിഫറൻസസ് ആസ് എ സൈൻ ഓഫ് വീക്ക്നെസ്. ഒരു കുറവായിട്ടല്ല ഡിഫറൻസസിനെ അവർ, ഡിഫറൻസ് എന്ന് പറയുന്ന വാക്കിനേക്കാൾ നല്ല ഡൈവേഴ്സിറ്റി അവർ കണ്ടത് ഒരു കുറവായിട്ടല്ല, നേരെ മറിച്ച് ദേ സോ ഇറ്റ് എസ് എ സൈൻ ഓഫ് വെൽത്ത്. വലിയൊരു നമ്മുടെ ഒരു സമ്പത്തായിട്ടാണ് അതിനെ കാണുന്നത്. വിവിധ കുർബാന ക്രമങ്ങളുണ്ട്, അതിൻ്റെ പ്രത്യേകമായ ഫോംസ് വരുന്നുണ്ട്, ഇതെല്ലാം ഒരു. അതുപോലെ തന്നെ ഇറ്റ് വാസ് കൺസിഡർഡ് ഓൾസോ ആസ് എ സൈൻ ഓഫ് സ്പിരിച്വൽ വിഗർ, ആത്മീയ തീഷ്ണതയുടെ ഒരു ഭാഗമായിട്ട് അതിനെ കണക്കാക്കിയിരുന്നത്. അതിനൊക്കെ അപ്പുറമായി ഇറ്റ് ഇസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഇൻകോംപ്രിഹെൻസിബിലിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു ഉണ്മയെ മനുഷ്യനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവിൽ കൂടിയാണ്. അങ്ങനെയാണ് പറ്റത്തില്ല എങ്കിൽ അതിൻ്റെ അകത്ത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും, ഉണ്ടാകണം. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ സെൻറ്റ് ജെയിംസ് ലിറ്റർജിയെ കാണേണ്ടതും പ്ലേസ് ചെയ്തേണ്ടത്. ഈ ഒരു ലിറ്റർജിക്കൽ ട്രഡീഷൻ്റെ വളർച്ചയിലും അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം സെൻറ്റ് ജെയിംസ് ലിറ്റർജിയെ കാണാനായിട്ട്. യാക്കോബിൻ്റെ തക്സായി നോക്കുമ്പോൾ നമുക്കറിയാം, that is one of the most important and commonly used liturgy in India. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. അതുപോലെ ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ലിറ്റർജി ഓഫ് ദ സിറിയക് ഓറിയന്റ്. ഏറ്റവും പ്രാചീനമായ ഒന്നാണ്. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരെണ്ണം, കാൽസിഡോണിയൻസും നോൺ കാൽസിഡോണിയൻസും അവരുടെ വേർതിരിഞ്ഞതിന് ശേഷവും ഒരുപോലെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ലിറ്റർജിയാണ്. ഇപ്പം അവരവരുടെ തന്നെ പ്രത്യേകം ഉണ്ടെങ്കിൽ പോലും ഈ ലിറ്റർജി അവർ കളഞ്ഞില്ല എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻറ്റ് ജെയിംസ് ലിറ്റർജിയുടെ ഒരു പ്രാധാന്യം നമുക്ക് ഹിസ്റ്റോറിക്കൽ സെറ്റിങ്ങിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. പല ലിറ്റർജികൾക്കും മോഡലായി വന്നിരിക്കുന്നതും ഈ സെൻറ്റ് ജെയിംസ് ലിറ്റർജിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് മേളിൽ മറ്റ് ലിറ്റർജികൾ വന്നത് എങ്ങനെയാണ്? കോൺസ്റ്റാന്റിനോപ്പിളിലെ സഭ, അത് അപ്പർ ഹാൻഡ്, കോൺസ്റ്റാന്റിനോപ്പിള് രാജകീയ നഗരം എന്നുള്ള നിലയിൽ അപ്പർ ഹാൻഡ് നേടിയപ്പോൾ സ്വാഭാവികമായി അവിടെ രൂപപ്പെട്ടതായ ലിറ്റർജി, ആ ലിറ്റർജികൾ, ഒന്ന് ബേസിലിൻ്റെ ലിറ്റർജി ഉണ്ട്, മറ്റേത് ക്രിസോസ്റ്റത്തിൻ്റെ ലിറ്റർജി. ഇത് രണ്ടും പ്രാധാന്യം വർദ്ധിച്ച് അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ സെറ്റിങ്ങിൽ വർദ്ധിച്ചു വന്നപ്പോഴാണ് സെൻറ്റ് ജെയിംസ് ലിറ്റർജിയുടെ ഒരു പ്രാധാന്യം പതുക്കെ കുറയുന്നത് നമ്മൾ ഹിസ്റ്ററിയിൽ കാണുന്നത്. ഇനിയും ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഏർലി ഹിസ്റ്ററിയെക്കുറിച്ച് നമുക്കൊരു ക്ലിപ്തമായ രൂപമൊന്നും അറിയത്തില്ല. വി ആർ നോട്ട് ക്ലിയർ അബൌട്ട് ദ ഏർലി ഹിസ്റ്ററി. സ്വതവേ നമ്മൾ പറയും ജെയിംസ് ദ ജസ്റ്റുമായി ബന്ധപ്പെട്ടാണ്, ഈ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിനെ ലിറ്റർജിയെ കാണുന്നത്. ഒരു പക്ഷേ അതിൻ്റെ ബേസിക് സ്ട്രക്ചറിലും ബേസിക് പ്രയറുകളും ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഏതായാലും 692 പെന്തക്ടെ സിനഡ് അത് അഫേം ചെയ്യുന്നുണ്ട് ഇത് ജെയിംസ് ഓഫ് ദ ജസ്റ്റിൻ്റെ ക്രിയേഷനായിട്ട് ഉണ്ടായതാണ്. അപ്പോൾ ജെയിംസ് ജസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന ഈ ചില സിനഡുകളുടെ കാനോനുകൾക്കകത്ത് നമ്മൾക്ക് കാണാവുന്ന ഒന്നാണ്. അതുപോലെ സിറിൽ ഓഫ് ജെറുസലേം 347 അദ്ദേഹത്തിൻ്റെ 5th കാറ്റക്കിസം, അതായത് ഹോംലി നമ്പർ 23 ആ 5th കാറ്റക്കിസത്തിൻ്റെ അകത്ത് ഈ സെൻറ്റ് ജെയിംസ് ലിറ്ററേച്ചറിൻ്റെ ഒരു വലിയ വിഭാഗം കോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ കാലങ്ങളിൽ ഇതുണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു വലിയ തെളിവാണ്. അതുപോലെ 417 എഗേറിയ എന്ന് പറയുന്ന സ്ത്രീയെ ഈ ജെറുസലേം മറ്റ് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച കൂട്ടത്തിലും ഈ സെൻറ്റ് ജെയിംസ് ലിറ്റർജി ഗ്രീക്കിൽ അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് ഇതിൻ്റെ ഓറൽ ട്രാൻസ്ലേഷൻ അറമൈക്കിൽ ഉപയോഗത്തിൽ അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പം എഴുതപ്പെട്ട ഫോമിൽ ഗ്രീക്കും ഓറൽ ഫോമിൽ
അറമായിക്കും ഉപയോഗത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ട്രുല്ലോ സിനഡ്, അത് 692 693 നടക്കുന്ന ട്രുല്ലോ സിനഡിന്റെ കാനൻ നമ്പർ 32 സെന്റ് ജെയിംസിന്റെ ലിറ്റർജിയെ അറ്റസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇതുണ്ട് എന്നുള്ളതും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു രീതിയിൽ നോക്കിയാൽ ചരിത്രം സെന്റ് ജെയിംസ് ലിറ്റർജിയുടെ ഒരു വളരെ പ്രാചീനമായ അവസ്ഥയെ, അല്ലെങ്കിൽ പ്രാചീനമായി തന്നെ ഇതുണ്ടായിരുന്നു എന്നുള്ളതിനെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഓൾഡസ്റ്റ് മാനുസ്ക്രിപ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് ബിറ്റ്വീൻ 670 to 787 പീരീഡിൽ ഉള്ള ഒരു മാനുസ്ക്രിപ്റ്റ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റ്. അത് ഈ ടൈം ഫിക്സ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ കാരണം വെച്ചാൽ 6 കൗൺസിലുകളെ കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. 7ാമത്തെ കൗൺസിലിനെ കുറിച്ചും അതിൻ്റെ അകത്ത്, പക്ഷേ അത് ആഡ് ചെയ്യപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തത് അതിൻ്റെ കൂടെ. അപ്പം 7ാമത്തെ കൗൺസില് വരുന്നതിന് മുമ്പ് ഇത് എഴുതപ്പെട്ടതാണ്. എന്നാൽ 7ാമത്തെ കൗൺസിൽ നടക്കുന്നത് 787. അപ്പോൾ അതിനു മുമ്പാണ് ഇത് എഴുതപ്പെട്ടത് എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അത് അതിൻ്റെ അകത്തുള്ളതല്ല. ഈ 7ാമത്തെ കൗൺസിലിൻ്റെ പേര് പിന്നീട് എഴുതി ചേർത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇനിയും ഇതിൻ്റെ ഒരു ലാംഗ്വേജിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, അക്കോർഡിംഗ് ടു ബർസലീബി 12ാം നൂറ്റാണ്ട് 1171 അദ്ദേഹത്തിൻ്റെ ഈ സിറിയക് ലിറ്റർജിയെ കുറിച്ചുള്ള എക്സ്പോസിഷൻ്റെ 3ാമത്തെ ചാപ്റ്ററിൽ ഇതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് അറമൈക് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മുമ്പ് ഞാൻ പറഞ്ഞ 5ാം നൂറ്റാണ്ടിൽ എഗേറിയ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഓറൽ ഫോം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന. ദെൻ വളരെ പെട്ടെന്ന് ഇത് ഈ ലിറ്റർജി പല സ്ഥലങ്ങളിലേക്ക് പെർമിയേറ്റ് ചെയ്യപ്പെടുന്നു. സിറിയ, സൈനായ്, തെസലോനിയ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലേക്ക് അത് പോകുന്നുണ്ട്. മറ്റു പല ട്രാൻസ്ലേഷൻസ് വരുന്നുണ്ട്. പല ലാംഗ്വേജിലുള്ള ട്രാൻസ്ലേഷൻസ് വരുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട സിറിയക് റീജിയനിലാണ്. അതുകൊണ്ട് 6ാം നൂറ്റാണ്ടിൽ ഗ്രീക്കിൽ നിന്ന് സിറിയക്കിലേക്ക് ആദ്യത്തെ ഒരു, നമ്മളിപ്പോൾ അറിയപ്പെടുന്ന ആദ്യത്തെ ട്രാൻസ്ലേഷൻ ഗ്രീക്കിൽ നിന്നുണ്ടാകുന്ന 6ാം നൂറ്റാണ്ടിലാണ്. ദാറ്റ് വാസ് ഡൺ ബൈ നാഷണൽ സിറിയക് ചർച്ച്. 7ാം നൂറ്റാണ്ടിൽ ജേക്കബ് ഓഫ് എഡേസ മെയ്ഡ് എ ഡിഫറൻറ്റ് ട്രാൻസ്ലേഷൻ. ആദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ട്രാൻസ്ലേഷൻ. അപ്പോൾ തന്നെ വ്യത്യാസം നമുക്ക് ഒരു ഇതിൻ്റെ അകത്ത് കാണത്തക്ക രീതിയിലാണ്. ലേറ്റർ മോസസ് ബർ കേഫ 9th century and Dionysius bar Sleba 12th century, they added more prayers. ഒരു യാക്കോബിന്റെ തക്സ എന്ന് പറയുമ്പോൾ കാലം കഴിയുന്തോറും ഇതിന്റെ ഘടന മാറുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ അകത്തെ അഡീഷൻസ് വരുന്നു, അതിൻ്റെ അകത്തെ ചില ആശയങ്ങൾ മാറുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രത്യേകതകൾ നമുക്ക് കാണാം. ബർ ഹെബ്രയൂസ് ഇൻ ദ 13th century എഡിറ്റ് ചെയ്ത് ഇതിനെ ഷോർട്ടൻ ചെയ്തു. അപ്പം ആദ്യം ആഡ് ചെയ്ത് വലുതായി, പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത് എഡിറ്റ് ചെയ്ത്. അപ്പം നമ്മുടെ ഒരു തക്സയുടെ ചരിത്രം പറയുന്നത് ഇതൊരിക്കലും സ്റ്റാറ്റിക് അല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ചേഞ്ച് ഇതിൻ്റെ അകത്ത് വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ വീണ്ടും ആദ്യത്തേതിലേക്ക് പോയത്. കാലഘട്ടങ്ങളുടെ ആവശ്യമനുസരിച്ചും അതിനോടുള്ള സംവേദനത്തിലും മാറ്റങ്ങൾ ഉണ്ട്. എന്നാൽ അടിസ്ഥാന ഘടകങ്ങളൊന്നും മാറുന്നില്ല എന്നുള്ളതാണ്. ദെൻ അതുകൊണ്ട് തന്നെ കോണ്ടക്സ്റ്റുവലൈസ് ഷിഫ്റ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ലിറ്റർജിക്കൽ അഡാപ്റ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദ സ്ട്രക്ചർ റിമെയിൻഡ് ദ സെയിം. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഇറ്റ് ഇൻകോർപ്പറേറ്റഡ് വേരിയസ് പ്രേയേഴ്സ് വിത്ത് തിയോളജിക്കൽ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ്. ഇനിയും ഇതിൻ്റെ ഒരു ചെറിയ ഒരു അഡാപ്റ്റീവ് ഇതൂടെ പറഞ്ഞ് നമുക്കിതിൻ്റെ അത് പിന്നെ ബാക്കി കുറേയുടെ വിശാലമായിട്ട് ഇത് പറയും. ഒരു അഡാപ്റ്റീവ് ഡയമെൻഷൻ ഇൻ ദ ഹിസ്റ്ററി. ഉണ്ടായ ഒരു സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ പറയുന്നതല്ല അതുപോലെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഇത് എൻ്റെ ഒരു നിഗമനം കൂടെ ആവാം. വ്യത്യസ്തമായി വായിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രൈസാഗിയൻ യെശയ്യാ പ്രവചനം 6ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 3 വരെയുള്ള ഒരു വാക്യങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദർശനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ട്രൈസാഗിയൻ വരുമ്പോൾ നമ്മൾ ത്രിസ്തുതി എന്ന് പറയുന്ന ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, അതിന് കഴിഞ്ഞുള്ള ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ എന്നുള്ളത്. ഇത് 2 പാരമ്പര്യങ്ങൾ ഇതിൻ്റെ ഒറിജിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് 430 AD 430 കോൺസ്റ്റാന്റിനോപ്പിളിൽ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായി. ആ എർത്ത്ക്വേക്ക് ഉണ്ടായ സമയത്ത് ഒരു മാലാഖ വെളിപ്പെടുത്തിയതാണ് ഈ
ട്രൈസാഗിയൻ എന്ന് ഒരു പാരമ്പര്യം പറയുന്നു. മറ്റൊരു 5-ാം നൂറ്റാണ്ട് 430 മറ്റൊരു പാരമ്പര്യം പറയുന്നത് ദിസ് വാസ് ദ വിഷൻ ഓഫ് ജോസഫ് ഓഫ് അരിമത്യ. അരിമത്യക്കാരനായ ജോസഫ് കർത്താവിൻ്റെ ഈ ശരീരവുമായി അടക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ ട്രൈസാഗിയോൻ പല ഏരിയകളിൽ സ്വീകരിക്കപ്പെടുമ്പോൾ പല രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. സോ ഇൻ ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയാസ് ദേ ടുക്ക് ഡിഫറെൻറ്റ് അപ്രോച്ചസ്. ഫോർ എക്സാമ്പിൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആൻഡ് വെസ്റ്റ്, അവിടെ അവരെ അഡ്രസ്സ് ചെയ്യുന്നത് ഫുൾ ട്രിനിറ്റിയോടുള്ള അഡ്രസ്സിങ് ആയിട്ടാണ് അവരതിനെ എടുക്കുന്നത്. അതുകൊണ്ട് ഗ്രീക്കിൽ നമ്മൾ സിറിയക്കിൽ കാണുന്ന അതേ ലാസ്റ്റ് ഭാഗമല്ല ഉള്ളത്. അവിടെ ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ്, അത്രയും മാത്രമേ ഉള്ളൂ. ദൈവമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഇൻ സിറിയക് ആൻഡ് ഏഷ്യ മൈനർ ഇറ്റ് വാസ് യൂസ്ഡ് വിത്ത് ക്രിസ്റ്റോളജിക്കൽ എംഫസിസ്. അവൾ മറ്റേടത്ത് ട്രിനിറ്റേറിയൻ ഫ്രെയിംവർക്കിൽ അതിൻ്റെ അകത്ത് മുഴുവനായിട്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തുവെങ്കിൽ ഇവിടെ ക്രിസ്റ്റോളജിക്കൽ എംഫസിസ് ആണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ടാണ് സിറിയക്കിൽ വരുമ്പോൾ ഓ ലോർഡ് മെസ്സയ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട, ഇത് കൂട്ടിച്ചേർത്തത് അലക്കുകാരനായ പത്രോസ് അല്ലെങ്കിൽ പീറ്റർ ദ ഫുള്ളർ ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 5-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗമാണ്. അത് പറയും ടു എൻഫോഴ്സ് നോൺ കാൽസിഡോണിയൻ അണ്ടർസ്റ്റാൻഡിങ് ടു സ്ട്രെസ് യൂണിറ്റി. അതിനുവേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ എന്നുള്ളത് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ നോൺ കാൽസിഡോണിയൻ യൂണിറ്റിയെ സ്ട്രെസ് ചെയ്യാണ്ട്. ഇപ്പം ഇടയ്ക്കുണ്ടല്ലോ മനുഷ്യൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ, ദൈവം മരിച്ചിട്ടില്ല എന്നുള്ള അല്ലെങ്കിൽ ഇത് ആ ദ്വന്ദ്വാദം നിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ടാണ് ഇത് പീറ്റർ ദ ഫുള്ളർ ചേർത്തത് എന്ന ഒരു വ്യൂ ഉണ്ട്. എന്നാൽ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ റിജക്ഷൻ ഓഫ് ദ നോസ്റ്റിക് ഐഡിയാസ് ഇതിന് ഒരുപക്ഷെ ഇതിനേക്കാൾ മുമ്പേ ഇത് വന്നതാകാനാണ് സാധ്യത. ടു സ്ട്രെസ് ദ റിയാലിറ്റി ഓഫ് ഇൻകാർണേഷൻ, പാഷൻ, ലൈക്ക് വാട്ട് വി സീ ഇൻ ദ തിയോളജി ഓഫ് എഫ്രൈം ആൻഡ് ഓൾ. അപ്പോൾ അവരുടെ ഒരു വ്യൂ പോയിന്റിൽ കാണുന്ന എഫ്രൈമൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നെഗേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരിതാണ് ഈ ഇൻകാർണേഷൻ റിയൽ അല്ലെന്ന് പറയുന്നതിനെ അവർ നിരന്തരമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അങ്ങനെ വന്നത് വേണേലും ആകാം. ഇങ്ങനെ മറ്റേ രീതിയിൽ പീറ്റർ ദ ഫുള്ളർ ഈ മോണോഫസൈറ്റ് ഒരു ഇൻട്രസ്റ്റോടുകൂടി കൂട്ടിച്ചേർത്തതാണ് എന്ന് പറയുന്നതായ വ്യൂവും ഉണ്ട്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് മറ്റേതാണ് കുറച്ചുകൂടെ കൂടുതൽ വരാനായിട്ട് സാധ്യതയുള്ളൂ. പിന്നെ ഒരു പക്ഷേ കാലഘട്ടം മാറിയ അനുസരിച്ച് അതിന് പുതിയ ആശയം കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി വേറൊരു അടുത്തതിലേക്ക് പ്രൊമിയോൻ സെദ്ര, അതിലേക്ക് പോകുമ്പോൾ സെദ്ര എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലോങ് എക്സ്പോസിഷൻ. ഒരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ ഹോമിലിറ്റിക് പ്രെയർ. ഒരു മെഡിറ്റേഷൻ്റെ അംശമുണ്ട്, ഒരു പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിഡാക്റ്റിക് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ തീം എടുത്തിട്ടാണ് എപ്പോഴും സെദ്ര ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിൻ്റെ എല്ലാ എലമെൻറ്റും അതിനകത്ത് നമുക്ക് കാണും. ഇത് ഇനിഷ്യേറ്റ് ചെയ്തത് ഒരു 7-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്താണ്. 648 ജോൺ 1 പേട്രിയാർക്ക് ഓഫ് ആന്റിയോക്ക്, യോഹന്നാൻ ഒന്നാമനാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്തത് എന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം. പിന്നീടാണ് പ്രൊമിയോൻ ഉണ്ടായത്. ആദ്യം ഉണ്ടായത് സെദ്രയാണ്. സെദ്ര ഉണ്ടായിക്കഴിഞ്ഞാണ് അതിനൊരു ഇൻട്രൊഡക്ഷനായിട്ടാണ് പ്രൊമിയോൻ വരുന്നത്. രണ്ടുകൂടെ കൂടി വരുമ്പോൾ ഒരു ഭയങ്കര റിച്ചായിട്ടുള്ള ഒരു തിയോളജിക്കൽ കണ്ടന്റാണ് ഈ സെദ്ര പ്രൊമിയോനുകൾ കൊടുക്കുന്നത്. എനിക്കൊന്ന് അത്രയും സീരിയസ്നെസ്സിൽ ഇത് വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചില ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ഈ പ്രൊമിയോനും സെദ്രായും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 പ്രസംഗം കേൾക്കുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ശരിക്കും അത് നിർത്തി നമ്മളൊന്ന് വായിച്ച് ഇത് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ പ്രൊമിയോൻ്റെയും സെദ്രായുടെയും മെയിൻ ഒരു ഫോക്കസിന് ഡിഡാക്റ്റിക് ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് വിശ്വാസം പഠിപ്പിക്കുക. ഇപ്പോൾ പർപ്പസ് എന്ന് പറയുമ്പോൾ ഡോക്ട്രിനൽ ടീച്ചിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ആരാധനാക്രമത്തിലാണ് നമ്മളുടെ ഈ തിയോളജി മുഴുവൻ കിടക്കെന്ന് പറയുമ്പോൾ അതിനെ സ്വാധീകരിക്കുന്നതായ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഡോക്ട്രിനൽ ടീച്ചിങ് ടു കോംപ്ലിമെൻറ്റ്
ബിബ്ലിക്കൽ റീഡിംഗ് ആൻഡ് സെർമൺ. അപ്പം നമ്മൾ ഈ പ്രസംഗങ്ങളുടെ കൂടെ ഈ തീമുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുപോവുകയാണെങ്കിൽ പലപ്പോഴും അത് നടക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ആരാധനയും പ്രസംഗവും തമ്മിൽ വേറിട്ട് നിൽക്കുന്ന ഒരു ഇത് വരുന്നത്. ഇതിനോട് കൂട്ടി യോജിപ്പിച്ച് നമ്മളുടെ ബിബ്ലിക്കൽ സെർമണോട് വരികയാണെങ്കിൽ അന്നത്തെ ഒരു ആരാധന മുഴുവൻ ഒരു വലിയൊരു ഒരു 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 സിങ്ക്രണൈസ് ചെയ്യും. അതുപോലെ ഫെയ്ത്തിൻ്റെ ഒരു ഭയങ്കര പഠിപ്പിക്കലിൻ്റെ കേന്ദ്രമായിട്ട് ഇത് മാറും. അതുകൊണ്ട് തന്നെ ഇതൊരു കമ്മ്യൂണിക്കേറ്റിംഗ് ഒരു എലമെൻ്റ് ഉണ്ട്. ഫെയ്ത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ഫെയ്ത്തിൻ്റെ നർച്ചറിങ് നടക്കുന്നുണ്ട്, ഫെയ്ത്തിൻ്റെ കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ ഈ പ്രൊമിയോൺ ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ഇറ്റ് എക്സിബിറ്റ്സ് എ സ്ട്രോങ് സെൻസ് ഓഫ് ഹിസ്റ്ററി. ഒരു ഹിസ്റ്റോറിക്കൽ സെൻസ്. സുറിയാനി സഭയുടെ, സുറിയാനി ദൈവശാസ്ത്രത്തിന് ഏറ്റവും വലിയ ശക്തീകരണങ്ങളൊന്നും ഈ ഹിസ്റ്റോറിക്കൽ സെൻസാണ്, ചരിത്രവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഫിലോസഫി അവരധികം ഉപയോഗിക്കുന്നില്ല. ഫിലോസഫിയേക്കാൾ ഉപയോഗിക്കുന്ന മുഴുവൻ അതുകൊണ്ട് വേദവസ്തുതാണ് അവരുടെ ഒരു മെയിൻ എലമെൻ്റായിട്ട് വരുന്നത്. നമ്മുടെ എല്ലാത്തിൻ്റെ അകത്ത് ആദിമ ഇതിലുണ്ടാകും. പ്രത്യേകിച്ച് അന്ത്യോക്യൻ സ്കൂളിൻ്റെ ഒരു വലിയൊരു ഇതാണ്. അവരുടെ പിതാക്കന്മാരുടെ ഏത് എഴുത്ത് നോക്കിയാലും മുഴുവൻ വേദപുസ്തകമായിരിക്കും. അതിൻ്റെ അകത്ത് മുഴുവൻ. അബ്രഹാത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ, അബ്രഹാത്തിൻ്റെ ഈ ഡെമോൺസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ അകത്ത് കൗണ്ട് ചെയ്ത്, ഞാൻ നമ്മുടെ ആദ്യത്തെ ജേണലിൻ്റെ അകത്തൊന്ന് ഇത് ചെയ്തായിരുന്നു, 2400 ചില്ലുവാനം ബിബ്ലിക്കൽ കൊട്ടേഷൻസ് ഉണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്. അപ്പം അതല്ലാതെ വേറെ അതിൻ്റെ അകത്ത് കാണും. നമ്മളുടെ ഒരു ലിറ്റേജി എടുത്ത് നോക്കിയാലും, ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കുറേ മാർക്ക് ചെയ്തിട്ടുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ബിബ്ലിക്കൽ ഇതാണ്. അതെന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ ഹിസ്റ്റോറിക്കൽ സെൻസ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സെദ്ര എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, സീക്രട്ട് ഹിസ്റ്ററിയുടെ ഒരു നറേഷനാണ്. നമ്മൾ രക്ഷാചരിത്രത്തിൻ്റെ ഒരു നറേഷനാണ് സെദ്രായിൽ കൂടെ മുഴുവൻ നടക്കുന്നത്. ഇനി അടുത്ത ഒരു എലമെന്റിലേക്ക്, തുയബ. ഏർലി പീരീഡിൽ ഈ രാവിലത്തെ നമസ്കാരവും 3-ാം മണിയുടെ നമസ്കാരവും കുർബാനയ്ക്ക് മുമ്പ് നിർബന്ധമായിരുന്നു. അതില്ലാതെ ഒരിക്കലും കുർബാനയിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റത്തില്ല. ഈ തുയാബയുടെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ ഫുൾ ഓഫ് ബിബ്ലിക്കൽ ആൻഡ് തിയോളജിക്കൽ മീനിങ് ആണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് to immerse into the biblical and Semitic world where these prayers generated. അപ്പോൾ അതിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് ഉള്ള ഒരു ഘടകമായിട്ടാണ് നമ്മൾ പിന്നെ കുളിക്കാനായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ അങ്ങോട്ട് ആദ്യത്തെ ചവിട്ടുപടി എന്നുള്ള നിലയിൽ ഇറങ്ങി ചെല്ലുന്ന ഒരു അനുഭവമാണ് ഇതിൻ്റെ അകത്തോട്ട്. ഇനിയും തുയാബയുടെ 2 സെക്ഷനായിട്ട് നമ്മളതിനെ ഇത് ചെയ്യുന്നുണ്ട്. ഒന്ന് സർവീസ് ഓഫ് മെൽക്കിസദേക്കിൻ്റെ ക്രമം, 1-ാം ഭാഗം എന്ന് പറയുന്നത് അതാണ്. അതിൻ്റെ ഒരു തിയോളജിക്കൽ കണക്ഷൻ എന്ന് പറയുന്നത് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത്. മെൽക്കിസദേക്കും യേശുവും തമ്മിലുള്ള ഒരു ബന്ധത്തെ, അതാണ് അതിൻ്റെ തിയോളജിക്കൽ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇന്റൻഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഇത് മെൽക്കിസദേക്കിൻ്റെ ക്രമം രൂപപ്പെടുത്തിയത്? അതിനൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ടു അഫേം ദ യൂണിവേഴ്സൽ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്. അത് എന്തിനാണ് കർത്താവിൻ്റെ ഒരു യൂണിവേഴ്സൽ പ്രീസ്റ്റ്ഹുഡ് ഇത് ചെയ്യുന്നത്? ആദിമസഭയുടെ ഒരു പോരാട്ടത്തിൻ്റെ മധ്യത്തിൽ കൂടിയാണ്. ഹെലനിസ്റ്റിക് ജുഡായിസ്റ്റിക് വ്യൂകൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ മധ്യത്തിൽ. ഇപ്പം ജുഡായിസ്റ്റിക് വ്യൂ അഫേം ചെയ്യുമ്പോൾ ഒരു പരോക്കിയൽ സ്റ്റേജിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇടുങ്ങിയ വളരെ ഒരു, അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ കുർബാന എന്ന് പറയുന്നത് ജൂയിഷ് സാക്രിഫൈസിൻ്റെ ഒരു ഫുൾഫിൽമെന്റ് മാത്രമല്ല, അതിന് അപ്പുറമാണ് എന്നുള്ളൊരു ട്രാൻസെൻഡ് ചെയ്യുന്ന ഒരു എല്ലാ ജനത്തിനും യൂണിവേഴ്സലായിട്ടുള്ള ഒരു എലമെന്റിനെ കുറിച്ച് കൊണ്ടുപോകാൻ കൂടിയാണ് ഈ ജൂയിഷ് ട്രഡീഷൻ അപ്പുറം നിൽക്കുന്ന മെൽക്കിസദേക്കുമായിട്ട് ബന്ധിപ്പിച്ചതിനെ കൊണ്ടുവന്നത്. രണ്ടാമത്തേത് സർവീസ് ഓഫ് എയറൻ. അത് സാധാരണ നമ്മളെ കർട്ടൻ്റെ പിൻപിലാണ്. ആദ്യത്തെ നമുക്ക് പരസ്യമായിട്ടും ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പരസ്യമായിട്ട് ചെയ്യുന്നതായിരിക്കും അത് കുറച്ചുകൂടെ ഒരു മീനിങ് ഫുൾ ആകുന്ന. തുയാബയുടെ 1-ാമത്തെ ക്രമം പരസ്യമായിട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഇതാണ്. അതിൻ്റെ അകത്ത് കൂടുതൽ രണ്ടാമത്തെ അകത്ത് വെസ്റ്റിംഗ്, ഇൻസെൻസിങ്, അതായത് ബേസിക്കലി
highlights the priestly life and function. അത് ഒരു കർത്താവുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാം. നമ്മുടെ ഒരു കുർബാനയുടെ ഒരു അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഈ രക്ഷാചരിത്രവുമായി ക്രിസ്തു സംഭവമായുള്ള വെളിച്ചത്തിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തെയും ലോക ചരിത്രത്തെയും ബന്ധിപ്പിക്കുന്നതാണ് അന്ത്യോക്യൻ ലിറ്ററേച്ചറിൽ ഒരു ഏറ്റവും വലിയ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ട് തിയോളജിക്കലി ടു ഹൈലൈറ്റ് ദ പ്രീസ്ലി റോൾ ഓഫ് ജീസസ് ഇൻ ദ ഇക്കോണമി ഓഫ് സാൽവേഷൻ ആൻഡ് ടു പ്രസന്റ് ഹിം ആസ് എ പെർഫെക്റ്റ് ഹൈ പ്രീസ്റ്റ്. അപ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞൊരു ഹെലനൈസേഷൻ്റെയും ജുഡൈസിങ് അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഡിസ്കണ്ടിന്യൂറ്റി എഗെയിൻ എത്തീസിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. ഒരേ സമയം ഇറ്റ് അപ്ഹോൾഡ്സ് ദ എറോണിക് ട്രഡീഷൻ, അതേസമയം തന്നെ ഇറ്റ് ട്രാൻസെൻഡ്സ് പരോക്കിയലിസം. ഈ ഒരു ഒന്നിനെ നിഷേധിക്കുന്നില്ല, എന്നാൽ അതിൻ്റെ അകത്ത് തന്നെ ലിമിറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും ശ്രമിക്കുന്നില്ല. അതിനപ്പുറമായി നിൽക്കുന്ന ഒരു ട്രാൻസെൻഡന്റ് എലമെന്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. ഇതുപോലെ ഇനി അടുത്തൊരു ഇതിലേക്ക് വരുമ്പോൾ എക്ബായുടെ ഇത് നോക്കുമ്പോഴും ഇതുപോലെ ഒരു ഡെവലപ്മെന്റ് നമുക്ക് കാണാം. എക്ബ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ധൂപം വെക്കുന്ന ഒരു എലമെന്റ് അതിൻ്റെ കൂടെയുണ്ട്, എക്ബ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് സേവേറിയസിൻ്റെ മാനീസ അത് 538 എഗെയിൻ ഉണ്ടാകുന്നൊരിത് ഇത് വന്നു കഴിഞ്ഞപ്പോൾ 538 ആഡ് ചെയ്യപ്പെട്ടതാണ് എന്നാണ് പൊതുവെ പറയുന്നത്. എന്നാൽ അവിടെയും പറയുന്നത് കാൽസഡോണിയൻ ഈ ഫോർമുലയെ ചലഞ്ച് ചെയ്തുകൊണ്ട് അഫർമേഷൻ നടത്താനായിട്ട്, അപ്പം യൂണിറ്റി ഓഫ് മോണോഫിസൈറ്റിക് വ്യൂവിനെ അഫേം ചെയ്യാൻ വേണ്ടിയാണ് മാനീസ കൊണ്ടുവന്നത് എന്ന് പറയുന്ന ഒരു വ്യൂ ഉണ്ട്. എന്നാൽ ഇവിടെയും ശ്രദ്ധിക്കപ്പെടേണ്ടത് ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റൽ പാറ്റേണിൽ നോക്കുമ്പോൾ ഇത് ഒരു പക്ഷേ അതിന് മുമ്പ് തന്നെ ഉണ്ടായതാണ്. എന്നാൽ പുതിയ മീനിങ് സേവേറിയസ് അതിന് കൊടുത്തു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഈ ആദിമ സഭയിൽ പ്രത്യേകിച്ച് റോമൻ ഒരു ഇതിൻ്റെ ചട്ടക്കൂടിൽ നിൽക്കുന്നതായ സമയം എംപറർ എപ്പോഴും സൺ ഓഫ് ഗോഡ് എന്നുള്ള ഒരു ക്ലെയിം നടത്തുന്നുണ്ട്. ആ സൺ ഓഫ് ഗോഡ് എന്നുള്ള ക്ലെയിം നടത്തുകയും തൻ്റെ സ്റ്റാച്യുവിൻ്റെ മുൻപിൽ ഇൻസെൻസ് എല്ലാവരും ഇത് ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമ്മളിതിനെ കാണുമ്പോൾ എന്തുകൊണ്ട് ത്രോണോസിൻ്റെ മുൻപിൽ അതേസമയം ധൂപം വെക്കുന്നു എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ അന്നേരത്തെ പ്രെയർ ഈ എബ്രഹാം മൽപ്പാനൊക്കെ തിരുത്തിയ ആദ്യത്തെ പ്രെയർ ഉണ്ടല്ലോ, എനിക്കൊന്ന് അതായിരിക്കും ചിലപ്പോൾ കുറേയുടെ ആദ്യത്തെ ഭാഗങ്ങളോട് ചേർന്ന് കിടക്കാൻ സാധ്യതയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മറിയാമിൽ നിന്ന് ജഡം ധരിക്കുകയും എന്നുള്ള ആ പ്രയോഗം അത് നിന്നെ പ്രസവിച്ച മറിയാം എന്നുള്ള പിന്നീട് വന്ന ചേഞ്ചിൻ്റെ അകത്ത് വരുന്നത്. അപ്പം ഏതായാലും നിന്നെ പ്രസവിച്ച മറിയാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ളത് ലേറ്റർ അഡീഷൻ ആവാനാണ് സാധ്യതയുണ്ട്. അത് ആദ്യത്തെ അകത്ത് അങ്ങനെ, കാരണം 4-ാം നൂറ്റാണ്ടിലെ എഫ്രൈമിൻ്റെ അകത്ത് ഒന്നും വരുമ്പോൾ അവരുടെ ഒരു എഴുത്തുകൾക്കകത്ത് ഇങ്ങനെ ഈ ഒരു മീഡിയേറ്റർ റോള് ഒരിടത്തും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പം അന്നത്തെ കാലത്തെ ഒരു ഇതിൽ കൂടുതൽ വരാനായിട്ട് സാധ്യതയുള്ളതാണ്. കർത്താവിൻ്റെ ഒരു ലോഡ്ഷിപ്പിനെ അഫേം ചെയ്തുകൊണ്ട് ധൂപം വെക്കുന്നത്. അപ്പോൾ ഒരു കൗണ്ടർ കൾച്ചറായിട്ട് ഡെവലപ്പ് ചെയ്തതാവാനാണ് സാധ്യത. അതിനെ എടുത്ത് പിന്നീട് പുതിയ മീനിങ്ങുകളിലേക്ക് പോകുന്നതും നമുക്ക് കാണാം. അവസാനിപ്പിക്കുന്നതോടെ അടുത്തു വരികയാണ്. ഞാൻ തയ്യാറാക്കിയിരിക്കുന്നതിന് അവസാന ഭാഗത്തേക്ക് എടുത്ത് ബൈബിൾ റീഡിങ് ആൻഡ് സെർമണിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്. ഇനീഷ്യൽ സ്റ്റേജ് ആരാണ് ബൈബിൾ പോർഷൻസ് എന്തൊക്കെയാണ് വായിക്കേണ്ടതെന്ന് നിശ്ചയിച്ചുകൊണ്ടിരുന്നപ്പോഴും പ്രിസൈഡ് ചെയ്യുന്നതായ ഇപ്പം ബിഷപ്പാണ് ഇന്നത്തേക്കുള്ള ഏത് വേദഭാഗം എടുക്കണം എന്നുള്ളത് ഡയറക്റ്റ് ചെയ്തുകൊണ്ട്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫെസ്റ്റിവൽസ് ഡെവലപ്പ് ചെയ്തു. ഫെസ്റ്റിവൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പശ്ചാത്തലവും ഹെറസീസിനോടുള്ള ഒരു പോരാട്ടത്തിൻ്റെ മധ്യത്തിലാണ്. ഇപ്പം നേറ്റിവിറ്റി അതൊക്കെ ആ ഫെസ്റ്റിവലൊക്കെ ഡെവലപ്പ് ചെയ്ത ഏതാണ്ട് ഒരു 3-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അതുവരെ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഒരു ഇത് 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ട് ആദ്യ ഭാഗത്തൊന്നും ഇങ്ങനെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ഒന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ
യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് തന്നെ എന്നാണെന്നുള്ളതിനെക്കുറിച്ച് പല ഡേറ്റ് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. നേരത്തെ അന്നോട്ടേ അത് ഉപയോഗത്തിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷന് വരേണ്ട കാര്യമില്ല. അതുപോലെ ഈ കോട്ടോഡോസോമൻ കോൺട്രവേഴ്സി വരുന്നത് അതൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ലായിരുന്നു. അതൊക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ വരുന്നതിൻ്റെ ഒരു കാരണം ഈ പ്രത്യേകിച്ച് നോസ്റ്റിക് ഹെറസിസിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ ജഡാവതാരം യഥാർത്ഥമല്ല എന്നുള്ള പഠിപ്പിക്കൽ. അങ്ങനെയാണ് ഈ മേരിയോളജി ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ ആ ഒരു പശ്ചാത്തലത്തിലാണ്. ഈ ആദിമ 4-ാം നൂറ്റാണ്ടിലൊക്കെ പിതാക്കന്മാർ മേരിയോളജിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരിക്കൽ പോലും അത് മേരിയോലട്രിയിലേക്ക് പോകുന്നില്ല. അവിടെ എല്ലാം പറയുന്നത് ക്രിസ്റ്റോളജിയുടെ ഭാഗമായിട്ടാണ് ഇവർക്കെല്ലാം. ഇപ്പം കർത്താവ് മേരിയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവമായിരുന്നു എന്ന് പറയുന്നത് ക്രിസ്റ്റോളജിയുടെ എംഫസിസിന്റെ ഭാഗം. അതുകൊണ്ടാണ് തിയോട്ടോക്കോസ് ഈ കോൺട്രവേഴ്സിയൊക്കെ വരുന്നതിൻ്റെ ഒരു ഇത് തന്നെ. അപ്പോൾ ആദിമ സഭയിൽ ബിഷപ്സ് ആയിരുന്നു ഇത് ചെയ്യുന്നതെങ്കിൽ പിന്നീട് ഫെസ്റ്റിവൽസ് വന്നപ്പോൾ ഒരു ക്രമീകൃതമായ ഓർഡർ, ഓരോ ഇതിനെക്കുറിച്ച് ഓരോ ദിവസങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് അതിനുവേണ്ടി വേദ വായനകൾ രൂപപ്പെടുത്തുന്നത്, നമ്മൾ പറയുന്ന ലക്ഷണറി രൂപപ്പെടുന്നത് അങ്ങനെയാണ്. 4-ാം നൂറ്റാണ്ടിൽ അക്കോർഡിംഗ് ടു ദ അന്റിയോക്യൻ ട്രഡീഷൻ 4 റീഡിങ്സ് വേർ ഇൻ ദ ലിറ്റർജി ഓഫ് ദ വേർഡ്. 4 വായനകൾ 4-ാം നൂറ്റാണ്ടിൽ ഉണ്ട്. ആൻഡ് OT വാസ് യൂസ്ഡ് ഇൻ ദ മെസ്സിയാനിക് ഇന്റർപ്രിട്ടേഷൻ. മുമ്പ് നമ്മൾ തിയോറിയ എന്ന് പറയുന്ന ആ ഒരു മെത്തഡോളജിയിൽ എപ്പോഴും ഓൾഡ് ടെസ്റ്റമെന്റ് മെസ്സിയാനിക് ഇന്റർപ്രിട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. The early liturgy of the word and the faithful remained separate. നമ്മളിവിടെ തുടക്കത്തിൽ ഇങ്ങനെ തിരുമേനി പറഞ്ഞു, ഇനിയിപ്പം നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പോകാം എന്ന് പറയുന്നത് ആദിമ കാലഘട്ടത്തിൽ ഒന്നിനു പുറകെയാണ് സർവീസ് നടന്നിരുന്നതെങ്കിൽ ലിറ്റർജി ഓഫ് ദ വേർഡും ലിറ്റർജി ഓഫ് ദ ഫെയ്ത്ത്ഫുളും 2 സെപ്പറേറ്റ് ഇതായിരുന്നു. എന്നാൽ പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ഈ സീക്കേഴ്സിൽ എല്ലാവരും ബിലീവേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് രണ്ടുകൂടി ഒരുമിച്ചങ്ങ് കമ്പൈൻ ചെയ്ത് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മളുടെ ഇതിൻ്റെ അകത്ത് ഇപ്പോഴും കാറ്റഗോമെൻസ് അത് കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് തന്നെ പ്രസംഗം ആദ്യകാലത്തെ തൊട്ടേ ഉണ്ട്. എന്നാൽ 410 മാർ ഇസാക്കിൻ്റെ സുന്നോദോസിൽ, പേർഷ്യൻ സഭകളുടെ ആദ്യത്തെ സുന്നോദോസാണ്, അതിൻ്റെ സുന്നോദോസിൻ്റെ 9ാമത്തെ കാനോനിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഏത് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും 6-ാം മണി നേരം വരെയോ 9-ാം മണി നേരം വരെയോ തിരുലിഖിതങ്ങളോടുകൂടെ സുവിശേഷ പുസ്തകങ്ങളും വായിച്ച് പൊരുൾ തിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാവൂ. അപ്പോൾ ഇനി നമ്മൾ നോക്കിയാൽ നമ്മളുടെ ഒരു കുർബാനയുടെ ഈ സെൻറ്റ് ജെയിംസിൻ്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലിറ്റർജി ഓഫ് ദ വേർഡ്, പ്രസംഗം, അത് കഴിഞ്ഞ് ലിറ്റർജി ഓഫ് ദ ഫെയ്ത്ത്ഫുൾ. അപ്പോൾ ഇത് പുതുതായിട്ട് വന്നൊരു സ്ട്രക്ചറൊന്നുമല്ല. അപ്പോൾ ഞാൻ ഇത് അവസാനിപ്പിക്കുക. ഇപ്പോൾ ഇത് വരുമ്പോൾ സെൻറ്റ് ജെയിംസ് ലിറ്റർജി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ നോക്കിയാൽ ഒന്നേ ഉള്ളെന്ന് ആരും വിചാരിക്കേണ്ട. സെൻറ്റ് ജെയിംസ് ലിറ്റർജി എന്ന് പറയുന്ന ഡിഫറെൻറ്റ് വേർഷൻസാണ്. യാക്കോബിൻ്റെ തക്സ എന്ന് പറയുന്നതിൻ്റെ മൂല ഘടകം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അതിൻ്റെ അതുകൊണ്ട് ഇതാണ് സെൻറ്റ് ജെയിംസ് ലിറ്റർജി എന്ന് ഏതെങ്കിലും ഒരു കൂട്ടർ പറഞ്ഞാൽ അതിനകത്ത് പ്രയാസമാണ്. കാരണം ഇപ്പോൾ ഉള്ളത് പല വേർഷൻസാണ് ഉള്ളത്. നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് പറഞ്ഞാൽ മെസപ്പൊട്ടോമിയൻ വേർഷനാണ്. അതിൻ്റെ അകത്ത് തന്നെ പിന്നെ പല വ്യത്യാസങ്ങളും നമ്മളുടെ ഒരു സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വന്നിട്ടുണ്ട്. എന്തായാലും പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഡീപ്ലി മൂവിങ്ങും ഹൈലി സിംബോളിക്കുമാണ്. എന്തുകൊണ്ടാണ് ഇത് സിംബോളിക് ആയത് എന്ന് ചോദിച്ചാൽ അതാണ് സിറിയക് തിയോളജിയുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. സിറിയക് തിയോളജി എപ്പോഴും പറയും ഡോഗ്മാറ്റിസം അതൊരിക്കലും അധികം എംഫസൈസ് ചെയ്യാറില്ല. കാരണം ഏത് ഡോഗ്മ അല്ലെ ഡെഫിനിഷൻസ് ഉണ്ടാക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട് അതിൻ്റെ അകത്ത്. അത് എപ്പോഴും ഒരു ബൗണ്ടറി ആദ്യമേ അങ്ങ് വരയ്ക്കും. ഇനി ഡെഫിനിഷൻ മീൻസ് യു ആർ ക്രിയേറ്റിംഗ് എ ബൗണ്ടറി. അതിനപ്പുറത്തേക്ക് ഒരിക്കലും പോകാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അതേസമയം സിംബോളിസത്തിൻ്റെ പ്രത്യേകത വൈഡർ സ്കോപ്പാണ് കൊടുക്കുന്നത്. ആ ലാംഗ്വേജ് സിംബോളിസം ഉണ്ട്, അല്ലാതെ സിംബോളിസം ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈഡർ സ്കോപ്പ് വരുമ്പോൾ അതിൻ്റെ ഡേഞ്ചറുണ്ട്. ചിലപ്പോൾ ഒത്തിരി അങ്ങ്
വഴിവിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വളരെ കൺട്രോൾഡായിട്ട് അത് ഉപയോഗിച്ചാൽ ഇഷ്ടം പോലെ. അതുകൊണ്ട് നമ്മുടെ തക്സായിക്കകത്ത് എപ്പോഴും ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു യഥാർത്ഥ അർത്ഥത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. മാത്രമല്ല നമ്മുടെ സിംബോളിക് ലാംഗ്വേജിൽ പോലും ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മളുടെ ഇപ്പം ചിലപ്പോൾ ആൾക്കാരൊക്കെ പറയും ഈ നമ്മുടെ ഭയങ്കര ആൻഡ്രോസെൻട്രിക് ലാംഗ്വേജ് ആണെന്നൊക്കെ പറയും. കാരണം പിതാവ് എന്നുള്ള പ്രയോഗമുണ്ട്, പുത്രൻ എന്നുള്ള പ്രയോഗമുണ്ട്, അത് വളരെ ഓവർ എംഫസൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ലിറ്റർജിക്കൽ സെറ്റിങ്ങിൽ അതാ ഈ ഒരു സിംബോളിക് എലമെന്റ് മനസ്സിലായെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു ലിറ്റർജിക്കൽ സെറ്റിങ്ങിൽ പലപ്പോഴും പിതാവ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ജെൻഡർ കൺസ്ട്രെയിൻഡ്. അത് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിനൊരു നല്ല ഉദാഹരണം പറയാൻ പറ്റുന്ന ഓട്സ് ഓഫ് സോളമൻ, 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗം 3-ാം നൂറ്റാണ്ടുമായിട്ട് എഴുതപ്പെട്ടതായ സുറിയാനി കവിതകളാണ്. അതിൻ്റെ അത് പിതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുത്രൻ പുറപ്പെട്ടു വരുന്നു എന്നുള്ള പ്രയോഗമുണ്ട്. എഫ്രൈമിൻ്റെ കവിതകൾക്കകത്തുണ്ട്. പിതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുത്രൻ പുറപ്പെട്ട് വരുന്നു. അത് എനിക്കറിയത്തില്ല ഏത് ജെൻഡർ ഇതിൻ്റെ അകത്ത് അതിനെ നമുക്ക് കൊണ്ട് പെടുത്താൻ പറ്റുമെന്നുള്ളത്. അതുപോലെ ജന്മപ്പെരുന്നാളിൻ്റെ ഒരു എനിക്ക് നമ്മുടെ ഇപ്പോഴത്തെ അകത്തെങ്കിലും അത് ഞാൻ കണ്ടിട്ടില്ല. അത് എഫ്രൈമിൻ്റെ ഒരു കവിതയാണ്, ഭദ്രാശയാണ്. അതിൻ്റെ അത് പറയുന്നുണ്ട്, അവൻ കന്യകയുടെ മുലകളിൽ നിന്ന് പാല് കുടിച്ച് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ മുലകളിൽ നിന്ന് സർവ്വലോകത്തിനും രക്ഷയുടെ പാൽ ചുരത്തി കൊടുത്തുകൊണ്ടിരുന്നു. എനിക്ക് നമ്മുടെ ഇപ്പോഴത്തെ അതെങ്ങുമില്ല. അപ്പോൾ ഈ ഒരു ഹൈലി സിംബോളിക് ആയിട്ടുള്ള എലമെന്റ്, ആ സിംബോളിസത്തിന്റെ ഡെപ്ത് അറിയണം. അത് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം സിംബോളിസം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഈ ഇടക്കാലത്തുണ്ടായ നമ്മുടെ ഒരു ഡിസ്കഷൻ്റെ അകത്ത് സിംബോളിസത്തെ എല്ലാം പൂർണ്ണമായി നെഗേറ്റ് ചെയ്താണ്. പ്രത്യേകിച്ച് കെ.എൻ. ദാനിയേൽ സാറിൻ്റെ ഒക്കെ ഒരു സമയത്ത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വെസ്റ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും ഈസ്റ്റിൻ്റെ ഈ സിംബോളിസത്തെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് വ്യത്യാസമുണ്ട്. വെസ്റ്റ് എപ്പോഴും സിംബോളിസം ഔട്ട്സൈഡാണ്. ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സിംബോളിസത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളതിനെ കാണാനായിട്ട് ശ്രമിക്കുന്നത്. ആ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ വ്യത്യാസത്തിൽ നിന്നുകൊണ്ടാണ് മറ്റേ ഇതിലേക്ക് പോയത്. ഇനിയും നമ്മളെ ലിറ്ററേച്ചറുടെ ഓവറോൾ നോക്കുമ്പോൾ ഇറ്റ് അൺഫോൾഡ്സ് ദ സ്പിരിച്വൽ ഡ്രാമ, ഇൻകാർണേഷൻ, സഫറിങ്, ഡെത്ത്, റെസറക്ഷൻ ആൻഡ് അവിടെ കൊണ്ട് തീരുന്നില്ല, ദ കമ്മിങ് അഗെയിൻ. അവിടെയാണ് അപ്പോൾ ഒരു ടോട്ടൽ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു ടൈമിനെ നോർമൽ സ്കെയിലിൽ നിന്ന് അപ്പുറത്തേക്ക് കൊണ്ടുവരും. നമ്മളതിന് സീക്രട്ട് ടൈം എന്ന് പറയും. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഒരേ പ്ലെയിനിൽ കൊണ്ടുവരിക. അങ്ങനെ ഒരേ പ്ലെയിനിൽ കൊണ്ടുവരുമ്പോൾ ദർ ഈസ് നോ പാസ്റ്റ്, ദർ ഈസ് നോ ലിമിറ്റേഷൻ ഓഫ് പാസ്റ്റ് ഇല്ലെന്നുള്ളതല്ല, ദർ ഈസ് നോ ലിമിറ്റേഷൻ ഓഫ് ദ പാസ്റ്റ്, ദർ ഈസ് നോ ലിമിറ്റേഷൻ ഓഫ് ദ പ്രസന്റ്, ദർ ഈസ് നോ ലിമിറ്റേഷൻ ഓഫ് ദ ഫ്യൂച്ചർ. അപ്പോൾ അങ്ങനെ ഒരു ടൈംലെസ്നെസ്സിലേക്ക് കൊണ്ടുവരികയാണ്, ബിയോണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ എസ്കറ്റോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറ്റേണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ദെയർഫോർ കുർബാന എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഇറ്റേണിറ്റി, ഇൻ നൗ ആൻഡ് ഹിയർ. ഇപ്പോൾ ഇവിടെ നിത്യതയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഈ ലിറ്റർജിയുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെയാണ് ആ വാക്കിൻ്റെ ഫ്രം ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി. നമുക്കിതിന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇത് പറയാനായിട്ടുള്ള മടി വന്നത്. അപ്പോൾ എവിടെയാണ് ലിറ്റററി എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഈ ഇറ്റേണിറ്റിയിൽ ഉള്ള പാർട്ടിസിപ്പേഷൻ. അതുകൊണ്ട് തന്നെ ടൈമിനെയും സ്പേസിനെയും ഇത് സാങ്ക്ടിഫൈ. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ഈ ചോദ്യം, ഈ വാച്ച് നോക്കിക്കൊണ്ടിരിക്കലും കുർബാനയ്ക്ക് പങ്കെടുക്കാണ്ട് ലിറ്ററജിയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ പങ്കെടുത്താൽ യു കനോട്ട് എക്സ്പീരിയൻസ് ദിസ് ഡൈനമിസം ഓഫ് എ ലിറ്ററജി. അപ്പോൾ ഓവറോൾ നമ്മളൊന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് സിംബോളിസം ഓഫ് വേർഡ്സ് ആൻഡ് ആക്ഷൻ, vestment and voice, light and smell, vision and concealment. ഇതെല്ലാം ഒരേ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുകയും ഒരേ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഒരേ സമയം തന്നെ ദൃശ്യവും അദൃശ്യവുമുണ്ട്. മനസ്സിലാക്കുന്ന വെളിപ്പെട്ടതും വെളിപ്പെടാനുള്ളതും ഉണ്ട്. ഒന്നിൻ്റെ അതൊരു നമ്മൾ അബ്സല്യൂട്ടൈസ് ചെയ്ത് നമുക്ക് നമ്മളെ തന്നെ ഇതിനേക്കാൾ വലിയൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോയി നിർത്താണ്ട് ഒരിക്കലും സാധ്യമല്ല. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ലിറ്ററജി തരുന്നത്. ഹിസ്റ്ററിയിൽ കൂടെ ഇത് നമ്മളെ പഠിപ്പിക്കുന്നതായ ഒരു വലിയ സത്യം ഇതാണ്.